ഡൊമിനാർ അതുപോലെ തന്നെ 390 200cc ഉപയോഗിക്കുന്നവരെല്ലാവരും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് പറയാൻ ഏറ്റവും വലിയ കാരണം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ടൈം എഞ്ചിൻ പെട്ടെന്ന് സീസായി പോകും. ഈ സീസായി പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇടുമ്പോൾ ഇത് കണ്ടില്ല, ഈ ടൈം എഞ്ചിൻ ഒരു സ്റ്റഡി ഇല്ലാത്ത രീതിയിൽ നിൽക്കും. പുതിയ ടൈം എഞ്ചിൻ ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് എടുക്കുമ്പോൾ രണ്ടിന്റെ വ്യത്യാസം കണ്ടോ? ഇതിനാണ് ടൈം എഞ്ചിൻ സീസ് ആകുക എന്ന് പറയുന്നത്. കസ്റ്റമർ ഈ നോയ്സ് വന്ന് തുടങ്ങിയപ്പോഴത്തേക്ക് നമ്മുടെ ഷോപ്പിൽ വന്നു. ഈ ഒരു സൗണ്ടും വെച്ച് വണ്ടി ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള പ്രോബ്ലംസ് ഞാൻ പറഞ്ഞുതരാം. കാരണം എന്ന് വെച്ചാൽ ഇത് ടൈമിംഗ് വീലെന്ന് തെന്നി മാറും. ഈ ടൈമിംഗ് വീലെന്ന് ക്യാം ഷാഫ്റ്റേന്ന് ഈ ഒരു ടൈം എഞ്ചിൻ തെന്നി മാറുകയും ക്രാങ്ക് പോയി ഹെഡിൽ അടിക്കുകയും ക്രാങ്ക് ഒടിയാനും അതുപോലെ എഞ്ചിൻ കവർ പൊട്ടാനും എല്ലാം ചാൻസ് വളരെ കൂടുതലാണ്. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ 10-40,000 രൂപ മുകളിൽ ഈ ഒരു എഞ്ചിൻ ചെയ്യുന്നതിനാവും. എഞ്ചിൻ കവറ് കാര്യങ്ങളെല്ലാം മാറി വരുമ്പോൾ ഈ ഒരു കസ്റ്റമർ സൗണ്ട് കേട്ട ഉടനെ വന്ന് ചെയ്തുകൊണ്ട് ഈ ടൈമിംഗ് ചെയിന് അതുപോലെ ക്യാം ഷാഫ്റ്റ് ചെറിയ 2-3 കോർണർ ഉണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ ക്ലിയർ ചെയ്ത് ചെറിയ രീതിയിൽ തന്നെ. ഈ വണ്ടിക്ക് വേറൊരു കംപ്ലൈന്റ് കൂടെ, ഓയിൽ ചെലവ് ഉണ്ടായിരുന്നു, ചെറിയ രീതിയിൽ സ്മോക്ക് വരുന്നുണ്ടായിരുന്നു. അതും നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ കാണുമെങ്കിൽ നമ്മളെ ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഡൊമിനാർ അതുപോലെ 390 200 കാര്യങ്ങൾ യൂസ് ചെയ്യുന്നവർക്ക് പ്രത്യേകം ഈ വീഡിയോ അയച്ചു കൊടുക്കണം. ഈ ടൈമിംഗ് ചെയിൻ കറക്റ്റ് ടൈമിൽ മാറി കൊടുത്തില്ലെങ്കിൽ വളരെയധികം പ്രശ്നമാണ്. ഓക്കെ, ഇതുപോലുള്ള വീഡിയോ കാണാൻ നമ്മളെ ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്